കേരളത്തിലെ തലമുതിർന്ന നേതാക്കൾ കെ.ആർ. ഗൗരിയമ്മ, എ.കെ. ആന്റണി, വി.എസ്. അച്യുതാനന്ദൻ തുടങ്ങി പ്രശസ്തരായ നേതാക്കളുടെ ജില്ലയാണ് ആലപ്പുഴ ജില്ല. ആ നേതാക്കളൊക്കെ മത്സരിക്കുകയും വിജയിക്കുകയും പരാജയപ്പെടുകയും കൂടി ചെയ്തിട്ടുള്ള ജില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട് ആലപ്പുഴയ്ക്ക്. ഇക്കുറി ആലപ്പുഴയുടെ ഏറ്റവും വലിയ പ്രത്യേകത CPM-ന്റെ തലമുതിർന്ന നേതാവായിരുന്ന ജി സുധാകരൻ ഇത്തവണ മത്സരിക്കുന്നത് UDF വേണ്ടിയാണ്. ആദ്യമായി ഇത്രകാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ഒരാൾ UDF പാളയത്തിൽ നിന്ന് UDF-ന്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി മത്സരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്പലപ്പുഴയിലെ ഈ മത്സരം കൊണ്ട് തന്നെ കേരളമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ജില്ലയായി മാറിയിരിക്കുകയാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകളിലും 2001 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ആലപ്പുഴ ജില്ല പൂർണ്ണമായും ഇടതുപക്ഷത്തിനൊപ്പം ഉറച്ചു നിന്ന ഒരു ജില്ല കൂടിയാണ്. പക്ഷേ ഇക്കുറി ആലപ്പുഴയുടെ ഇടതു കോട്ട ഇളക്കും എന്നുള്ള ഉറച്ച വാശിയിൽ തന്നെ നിൽക്കുകയാണ് ജി സുധാകരന്റെ നേതൃത്വത്തിൽ KC വേണുഗോപാലിൻ്റെയും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിലുള്ള UDF നിൽക്കുന്നത്. ആലപ്പുഴ ഇത്തവണ എങ്ങനെ ചിന്തിക്കും, ആലപ്പുഴ ജില്ലയിലെ ഫലം എന്താവും എന്നതിനെക്കുറിച്ച് വിശദമായ ഒരു പരിശോധനയാണ് നടത്തുന്നത്. എനിക്കൊപ്പം ഞങ്ങളുടെ ആലപ്പുഴ ബ്യൂറോ ചീഫ് ശരണ്യ സ്നേഹജൻ കൂടി എനിക്കൊപ്പം ഇതിൽ ചേരും. ഏതെല്ലാം സാധ്യതകളാണ് LDF-നുള്ളത്, LDF വിജയം ഉറപ്പിച്ച മണ്ഡലങ്ങൾ ഏതെല്ലാം, UDF ഉറപ്പിച്ച മണ്ഡലങ്ങൾ ഏതെല്ലാം, സാധ്യത കാണുന്ന മണ്ഡലങ്ങൾ ഏതെല്ലാം, രണ്ടുപേരും കൈവിട്ട മണ്ഡലങ്ങൾ ഏതെല്ലാം, ഇതെല്ലാം നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യം ആലപ്പുഴയിൽ ആകെ 9 സീറ്റാണുള്ളത്. 2011 ശേഷമാണ് 9 സീറ്റിലേക്ക് വന്നത്. അതിനു മുമ്പ് 11 സീറ്റുകളായിരുന്നു ആലപ്പുഴയിൽ ഉണ്ടായിരുന്നത്. ഡീലിമിറ്റേഷന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഒരു ഡീലിമിറ്റേഷൻ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് പഴയ ഒരു ഡീലിമിറ്റേഷൻ, അത് 2011 അത് നിലവിൽ വന്നത്. അതിനുശേഷം 9 സീറ്റായി കുറഞ്ഞു. 11 സീറ്റ് ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് പന്തളമായിരുന്നു, മാരാരിക്കുളമായിരുന്നു. പ്രശസ്തമായ VS അച്യുതാനന്ദൻ പരാജയപ്പെട്ട മാരാരിക്കുളം മണ്ഡലം, ആ മണ്ഡലം ഇപ്പോൾ ഇല്ല. പന്തളം മണ്ഡലം ഇവിടെ നിന്ന് ആലപ്പുഴ ജില്ലയിൽ നിന്ന് അങ്ങനെ ഒരു മണ്ഡലമില്ല. അങ്ങനെ ശേഷം ഉണ്ടായത് 9 മണ്ഡലങ്ങളാണ്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, ഇങ്ങനെയാണ് 9 മണ്ഡലങ്ങൾ. ഈ 9 മണ്ഡലങ്ങളിൽ ഫലം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെ ഫലം കൂടി ആദ്യം ഒന്ന് പരിശോധിക്കാം. ആദ്യം 2001 ഫലം. 2001 99+ ഇവിടെ ഒരു വിമതൻ അടക്കം, കോൺഗ്രസ് വിമതൻ അടക്കം, MA വാഹിദ് അടക്കം വിജയിച്ച് 100 സീറ്റോടുകൂടി A.K. ആന്റണി സർക്കാർ അധികാരത്തിലേക്ക് വരുന്നത്. കോൺഗ്രസ് സമീപകാലത്ത് നേടിയ ഏറ്റവും വലിയ വിജയം അതായിരുന്നു. അതിനുശേഷം കോൺഗ്രസിന് അങ്ങനെ ഒരു വിജയം UDF-ന് നേടാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ കാലത്ത് 3 സീറ്റ് മാത്രമാണ് LDF ലഭിച്ചത്. 8 സീറ്റുകൾ ലഭിച്ചത്, അന്ന് 8, 3, 11 സീറ്റുകൾ ഉണ്ടായിരുന്നു. 8 സീറ്റുകൾ ലഭിച്ചത് UDF-നായിരുന്നു. 2006 അവിടുത്തെ പിക്ചർ പൂർണ്ണമായും മാറുകയാണ്. അന്ന് LDF-ന് 7 സീറ്റ് ലഭിക്കുമ്പോൾ UDF-ന് 4 സീറ്റുകളാണ് ലഭിക്കുന്നത്. 2011 ആയപ്പോഴേക്കും വീണ്ടും LDF 7 സീറ്റ് നിലനിർത്തുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 11 എന്നുള്ളത് ഇത് 9 താഴ്ന്നു. പക്ഷേ 11 നിന്ന് 9 താഴുമ്പോഴും LDF അതിൻ്റെ 7 സീറ്റ് നിലനിർത്തുന്നു. UDF 2 സീറ്റിൽ മാത്രമാകുന്നു. 2016 2021 കഥ. ഈ 2 തവണയും ആകെ ഹരിപ്പാട് മണ്ഡലം മാത്രമാണ്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവാൻ കഴിയാതിരുന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ്. സ്വന്തം ജില്ലയിൽ അദ്ദേഹത്തിന് സ്വന്തം സീറ്റിലല്ലാതെ മറ്റൊരു സീറ്റിൽ പോലും വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. ആലപ്പുഴ ജില്ല അപ്പോഴും പൂർണ്ണമായും ചുവന്ന് തുടുത്തു തന്നെ നിൽക്കുന്ന ഒരു ജില്ലയായിരുന്നു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം ഇതാണ്. അതിന് മുമ്പിൽ 2011 തൊട്ടിറങ്ങാൻ 2006 മുതൽ തുടങ്ങിയ ഒരു വിജയത്തിൻ്റെ തേരോട്ടമാണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച്. അവിടെയാണ് ഇങ്ങനെ ഇപ്പോൾ 2021 2016 ഒക്കെ ഒറ്റ സീറ്റിലേക്ക് UDF, അത് രമേശ് ചെന്നിത്തലയെ പോലെ ഒരു നേതാവ് നിൽക്കുമ്പോൾ സ്വാഭാവികമായും പാർട്ടിക്കപ്പുറത്തേക്ക് അദ്ദേഹത്തിനുണ്ടാകുന്ന വ്യക്തിപ്രഭാവമൊക്കെ ഉണ്ട്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊന്നും അദ്ദേഹത്തിന് മുന്നേറ്റം കോൺഗ്രസിന് അവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. ഇതാണ് ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചുള്ള ഒരു ഏകദേശം കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പുകളുടെ ചിത്രം ഒന്ന് ഓടിച്ചു പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അരൂരിൻ്റെ ചിത്രം 2001 മുതൽ 2021 വരെ UDF, LDF തുടർച്ചയായി LDF ആണ് കഴിഞ്ഞ 4 തവണയും വിജയിക്കുന്നത്. ചേർത്തലയുടെ ചിത്രം എടുത്താലും കഴിഞ്ഞ 4 തവണയും LDF അവിടെ വിജയിച്ചു കൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. ആലപ്പുഴയുടെ ചിത്രം എടുത്താലും LDF കഴിഞ്ഞ 3 തവണയായി ആലപ്പുഴയിൽ LDF ആണ്. അത് തോമസ് ഐസക് വന്ന ശേഷമാണ് അവിടെ LDF-ന് ആ വിജയം ഉണ്ടാകുന്നത്. അമ്പലപ്പുഴയിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൗതുകപൂർണ്ണമായ മത്സരം നടക്കുന്ന സിറ്റിംഗ് MLA H. സലാമും UDF-ലേക്ക് എത്തിയ അല്ലെങ്കിൽ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ജി സുധാകരൻ തമ്മിലുള്ള പോരാട്ടം. അവിടെയും കഴിഞ്ഞ ജി സുധാകരൻ 2001 കായംകുളത്ത് പരാജയപ്പെട്ട ജി സുധാകരൻ 1996 കായംകുളത്ത് വിജയിക്കുന്നു. 2001 പരാജയപ്പെടുന്നു. അതിനുശേഷം 2006 ഇവിടേക്ക് എത്തുന്നു. 2006 അവിടെ D. സൂദനെ പരാജയപ്പെടുത്തി. D. സൂദൻ അന്ന് MLA ആയിരുന്നു. CK സദാശിവനെ പരാജയപ്പെടുത്തി MLA ആയതാണ്. D. സൂദനെ പരാജയപ്പെടുത്തി 2006 2011 2016 അദ്ദേഹം വിജയിക്കുന്നു. 2021 H. സലാം അവിടെ MLA ആവുന്നു. അവർ തമ്മിലാണ് മത്സരം. കുട്ടനാട് UDF-ന്റെ മണ്ഡലമായിരുന്നു. അതും LDF കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും പിടിച്ചെടുത്തു എന്ന് തന്നെ പറയാം.
മറ്റൊന്ന് ഹരിപ്പാട് മണ്ഡലം ടി കെ ദേവകുമാറായിരുന്നു 2001 വിജയിച്ചത്. 2006 അവിടെ എത്തുന്നത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ദീർഘകാലത്തിന് ശേഷം 80കളിലേക്ക് ശേഷം രമേശ് ചെന്നിത്തല പിന്നീട് മത്സരത്തിനെത്തുന്നത് 2006 2006-ലും 11-ലും 16-ലും 21-ലും രമേശ് ചെന്നിത്തല തുടർച്ചയായി അവിടെ വിജയിക്കുന്നു. ഒരിക്കൽ പോലും രമേശ് ചെന്നിത്തല വലിയ ഭൂരിപക്ഷത്തിനൊന്നുമല്ല വിജയിക്കുന്നത്, 10,000-ൽ താഴെയുള്ള ഭൂരിപക്ഷമാണ് എപ്പോഴും കിട്ടുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ വിജയം എല്ലാ തവണയും ഉറപ്പായിരുന്നു. മറ്റൊന്ന് കായംകുളമാണ്. കായംകുളത്ത് 2001 ആണ് യഥാർത്ഥത്തിൽ അവിടെ എം എം ഹസൻ വിജയിക്കുന്നു, ജി സുധാകരനെ പരാജയപ്പെടുത്തി. 1996 അവിടെ ഉണ്ടായിരുന്ന ജി സുധാകരനാണെങ്കിൽ 2001 ജി സുധാകരൻ അവിടെ പരാജയപ്പെടുന്നു. അതിനുശേഷം 2006 സി കെ സദാശിവൻ എത്തുന്നു, 2011 സി കെ സദാശിവൻ, 2014 പ്രതിഭ എത്തുന്നു, 2021 പ്രതിഭ. പിന്നീട് മാവേലിക്കര UDFന്റെ എം മുരളി ദീർഘകാലം ഉണ്ടായിരുന്ന മണ്ഡലമാണ്. അത് സംവരണ മണ്ഡലമായി പിന്നീട് മാറുന്നു. സംവരണ മണ്ഡലമായി മാറിയ ശേഷം 2 തവണ രാജേഷ് വിജയിക്കുന്നു, കഴിഞ്ഞ തവണ അരുൺകുമാർ വിജയിക്കുന്നു, ഇപ്പോഴും അരുൺകുമാർ തന്നെയാണ് മത്സരിക്കുന്നത്. മറ്റൊന്ന് ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരിൽ ഇതുപോലെ UDFന്റെ ശോഭന ജോർജ് ദീർഘകാലം ഉണ്ടായിരുന്ന മണ്ഡലം, അതിനുശേഷം PC വിഷ്ണുനാഥ് ജയിച്ച മണ്ഡലം. അവിടെ PC വിഷ്ണുനാഥിൽ നിന്നും ആ മണ്ഡലം പിടിച്ചെടുക്കുന്നു. 2016 അത് KK രാമേന്ദ്രൻ നായരായിരുന്നു. KK രാമേന്ദ്രൻ്റെ മരണശേഷം സജി ചെറിയാൻ വരുന്നു. സജി ചെറിയാൻ ഈ വിജയം ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷം 2021 വിജയം ആവർത്തിക്കുന്നു. മറ്റൊന്ന് മാരാരിക്കുളമാണ്. മാരാരിക്കുളം 2 തവണ മത്സരിച്ചത്, ഈ 2001-ലും 6-ലും മത്സരിച്ചത് തോമസ് ഐസക് ആയിരുന്നു. അവിടെ നിന്നാണ് തോമസ് ഐസക് ആലപ്പുഴയിലേക്ക് തൻ്റെ തട്ടകം മാറ്റുന്നത്. ആ 2 തവണയും തോമസ് ഐസക് വിജയിക്കുന്നു. ഇത് പന്തളത്ത് KK ഷാജു ആയിരുന്നു 2 തവണയും വിജയിച്ചത്. JSSന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച KK ഷാജു ആയിരുന്നു അന്ന് 2 തവണയും മത്സരിച്ചത്. ഇതാണ് ഏകദേശം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച ഒരു ചിത്രം. ഇനി നമുക്ക് ആലപ്പുഴ ജില്ലയിലെ ചിത്രത്തിലേക്ക് കടക്കും മുമ്പ് 2 മുന്നണികളുടെയും പ്രതീക്ഷ കൂടി നോക്കേണ്ടതുണ്ട്. പ്രാഥമികമായി ആലപ്പുഴയിൽ LDFന്റെ പ്രതീക്ഷ ഉറപ്പായി LDF പ്രതീക്ഷിക്കുന്നത് മാവേലിക്കര, ചെങ്ങന്നൂർ, ചേർത്തല, ആലപ്പുഴ ഈ 4 മണ്ഡലങ്ങളാണ് ഇത്തവണ ഉറപ്പായും പ്രതീക്ഷ. കഴിഞ്ഞ തവണ 8 മണ്ഡലങ്ങൾ കിട്ടിയ സ്ഥലത്ത് 4 മണ്ഡലങ്ങൾ ഉറപ്പ് ജയിക്കും, ഒരു കാരണവശാലും സംശയമില്ല എന്ന് LDF കരുതുന്നു. അവർ സാധ്യത കാണുന്നു കായംകുളവും അരൂരും ജയിക്കുമെന്നുള്ള സാധ്യതയാണ്. കായംകുളത്ത് കൂടുതൽ സാധ്യത കാണുന്നു, അരൂർ അല്പം കൂടി കുറച്ച് സാധ്യത കാണുന്നു. കടുത്ത മത്സരം നേരിടുന്നു, അല്ലെങ്കിൽ പരാജയപ്പെടുന്നു എന്ന് സാധാരണ ഇതിൽ CPM അങ്ങനെ പരാജയം വിലയിരുത്തുന്നതിന് പകരം കടുത്ത മത്സരമാണ്, ചിലപ്പോൾ ജയിച്ചേക്കാം എന്നൊക്കെ സാധ്യത കാണുന്നു. ഒന്ന് ഹരിപ്പാടാണ്. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമാണ്. അവിടെ അട്ടിമറി വല്ലതും ജയിക്കണമെങ്കിൽ അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പോലെ ഒരു നേതാവ് അപ്പുറത്ത് മത്സരിക്കുമ്പോൾ അവിടെ ജയിക്കണമെങ്കിലും അട്ടിമറി നടക്കണം. മറ്റൊന്ന് കുട്ടനാടാണ്. അവിടെ ഇപ്പോൾ ഈ സാഹചര്യം മാറി റജി ചെറിയാനെ പോലെ ഒരാൾ സ്ഥാനാർത്ഥിയായി വരുന്നു. അവിടെയും അതിനുള്ള സാധ്യതയാണ് ഇവർ LDF കാണുന്നത്. ഇനി നമുക്ക് UDFന്റെ ഉറച്ച പ്രതീക്ഷയോട് കൂടി കാണുന്നത് ഹരിപ്പാടും കുട്ടനാടും അമ്പലപ്പുഴയുമാണ്. ഈ 3 മണ്ഡലങ്ങൾ രമേശ് ചെന്നിത്തലയും റജി ചെറിയാനും അതോടൊപ്പം തന്നെ ജി സുധാകരനും ഉറച്ച മത്സരമായി കാണുമ്പോൾ അവർ കായംകുളത്തും വലിയ വിജയസാധ്യത കാണുന്നുണ്ട്. 4ാമതൊരു മണ്ഡലം കാണുന്നെങ്കിൽ കായംകുളത്താണ് വിജയസാധ്യത കാണുന്നത്. അരൂരിലും വിജയസാധ്യത കാണുന്നു, ആലപ്പുഴയിലും അവർ വിജയസാധ്യത കാണുന്നു. മറ്റ് മണ്ഡലങ്ങളെ സംബന്ധിച്ച് ആ തരത്തിലേക്ക് അവർക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ അവർ വെക്കുന്നില്ല. മാവേലിക്കര, ചെങ്ങന്നൂർ, ചേർത്തല ഈ 3 മണ്ഡലങ്ങളിലാണ് ഇവർ ആ തരത്തിൽ ഒരു പ്രതീക്ഷ വെക്കാത്തത്. നമുക്ക് ഇനി ഓരോ മണ്ഡലങ്ങളായി തന്നെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. എനിക്കൊപ്പം ആലപ്പുഴ ഞങ്ങളുടെ ബ്യൂറോ ചീഫ് ശരണ്യ സ്നേഹജൻ കൂടി ചേരുന്നു. ശരണ്യ, നമുക്ക് ഈ മണ്ഡലങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യം LDF ഉറച്ച പ്രതീക്ഷയുള്ള മണ്ഡലങ്ങളിൽ നിന്ന് തുടങ്ങാം. അവർക്ക് മാവേലിക്കര, ചെങ്ങന്നൂർ മണ്ഡലം, ഈ 2 മണ്ഡലം ഒരു കാരണവശാലും LDFന് UDFന് ഒരു തരത്തിലും പ്രതീക്ഷയില്ലാത്തതാണ്. മാവേലിക്കരയും ചെങ്ങന്നൂരും ചേർത്തലയും ഈ 3 മണ്ഡലങ്ങൾ, അതിനെ നമുക്ക് അങ്ങനെ തന്നെ ഉറപ്പിക്കാമോ? എന്താണ് ഈ 3 മണ്ഡലങ്ങളുടെ സാധ്യത? മാവേലിക്കര, ചെങ്ങന്നൂർ, ചേർത്തല. കിരൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലപ്പുഴ ഇത്തവണ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിലായി പ്രത്യേകിച്ച് LDFന് അധികാരത്തിലേറ്റാൻ നിർണായകമായ സംഭാവന നൽകിയിട്ടുള്ള ജില്ലകളിലൊന്നാണ്. കാരണം 9 സീറ്റുകളിൽ 8 സീറ്റും ഇടതുപക്ഷം തുടർച്ചയായി നേടുന്ന ജില്ല എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അത് പ്രധാനമായും അതിൽ പ്രധാന കണ്ണികളായി പ്രവർത്തിച്ചിരുന്നവർ തോമസ് ഐസക്കും ജി സുധാകരനുമായിരുന്നു. കാരണം അവരുടെ നേതൃത്വത്തിലേക്ക് ഈ സംവിധാനം കടന്നു വന്നതോടുകൂടിയാണ് ആലപ്പുഴ, പ്രത്യേകിച്ച് അമ്പലപ്പുഴ മണ്ഡലം ഒരു UDF അനുകൂല മണ്ഡലമായിരുന്നു. അമ്പലപ്പുഴയും ആലപ്പുഴയും KC വേണുഗോപാലൊക്കെ നിരന്തരം മത്സരിച്ച് ജയിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ നിന്നും ഈ 2 പേർ നിന്ന് ആ മണ്ഡലങ്ങൾ പിന്നീട് തുടർച്ചയായി പിടിച്ചെടുക്കുകയും പിന്നീട് വന്ന അവരുടെ അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ സലാമും ഒപ്പം തന്നെ PP ചിത്തരഞ്ജനും ആ മണ്ഡലങ്ങൾ നിലനിർത്തുകയും ചെയ്തു എന്നുള്ള പ്രത്യേകതയാണ്. പക്ഷേ ഇത്തവണ ആലപ്പുഴ ജില്ലയിൽ കടുത്ത മത്സരം എല്ലായിടങ്ങളിലും നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൽ CPM പ്രതീക്ഷയോടെ നോക്കുന്ന സീറ്റുകളൊന്ന് ആലപ്പുഴയിൽ നിന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മത്സരിച്ച സജി ചെറിയാൻ മത്സരിക്കുന്ന ചെങ്ങന്നൂരാണ്. കാരണം ചെങ്ങന്നൂര് സജി ചെറിയാനിലൂടെ നിലനിർത്തി പോകാം എന്നൊരു പ്രതീക്ഷ അവിടെ LDF പുലർത്തുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.